ഹായ് ഫ്രണ്ട്സ്, ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, ഇത് ഈ കാണുന്ന അലൂമിനിയം അൾജീരിയ സ്ലൈഡിംഗ് വിൻഡോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ഫുള്ളായിട്ട് കാണുക കേട്ടോ. കാരണം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ സെക്ഷനും കാര്യങ്ങളും ഇതിൻ്റെ മേക്കിങ്ങും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രെയിം വരുന്നത്. ഇതിൻ്റെ ഈ ട്രാക്കിലൂടെയാണ് ഇത് ഡോറ് ഓടുക കേട്ടോ. അപ്പോൾ ഇത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, ഫുൾ അലുമിനിയാണ്. പല ആളുകളും നമ്മുടെ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇത് UPVC സ്ലൈഡിംഗ് വിൻഡോ അല്ലേ എന്ന്. അപ്പോൾ ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് UPVC ആണോ അൾജീരിയ ആണോ എന്ന് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സെക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെയാണ്. അപ്പോൾ അലൂമിനിയവും UPVCയും തമ്മിലുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അത് ഫൈബർ മെറ്റീരിയലാണ് അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഫുള്ളായിട്ട് അലൂമിനിയാണ് വരുന്നത്. ഇത് നമുക്ക് ലൈഫ് ലോങ് ആണ്. ശരിക്കും അലൂമിനിയം അവിടെ കിടന്നോളൂ, ഏത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും അവിടെ കിടന്നോളൂ. UPVCയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഇനി നമുക്ക് കണ്ടറിയണം. കാരണം കമ്പനി അത് 15 വർഷം 20 വർഷം 25 വർഷമൊക്കെ ഗ്യാരണ്ടി പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. എന്തായാലും UPVCനെക്കാട്ടി നല്ലത് അൾജീരിയ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. UPVC മോശമെന്നല്ല കേട്ടോ പറയുന്നത്. കാരണം ആ മെറ്റീരിയൽ എന്താ ഏതാന്നൊക്കെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. കാരണം അതൊരു ഫൈബർ മെറ്റീരിയലാണ്. അത് നിങ്ങൾക്കും അതിനെക്കുറിച്ച് ആലോചിച്ചാൽ അറിയാൻ കഴിയും. ഈ നമ്മുടെ ഈ അലൂമിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഫ്ലാറ്റ് വർക്കിനാണെങ്കിലും വലിയ വലിയ ഹോസ്പിറ്റലുകളിലാണെങ്കിലും സൂപ്പർ സീരീസ് സ്ലൈഡിംഗ് വിൻഡോ പറഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് വിൻഡോ അതാണ്. അത് ഇത്രയും വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന സംഭവമാണ്. ഇപ്പോൾ അത് മോഡൽ മാറുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അത് പൊളിച്ച് മാറ്റുമ്പോഴും അലൂമിനിയത്തിന് ഒരു കംപ്ലൈൻറ്റും വരില്ല. അത് നമ്മൾ ഈ വേസ്റ്റായിട്ട് തൂക്കി വിൽക്കുമ്പോൾ പോലും നമുക്ക് അലൂമിനിയത്തിൻ്റെ വില നമുക്ക് കിട്ടും. പക്ഷേ UPVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പൊളിച്ച് മാറ്റുമ്പോൾ അതിൻ്റെ വില നമുക്ക് കിട്ടില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി എന്താ, ഇതൊരു ചൂടാക്കിയിട്ട് അതിൻ്റെ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള പരിപാടിയാണ്. ഇപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ജോയിൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് കറക്റ്റ് ആംഗിളറൊക്കെ വെച്ചിട്ട് ടൈറ്റ് ആക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഒരു കാരണവശാലും ജോയിൻറ്റും കാര്യങ്ങളൊന്നും അത് വിടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് എനിക്ക് ഒന്നും കൂടി നല്ലതെന്ന് തോന്നുന്നത് അൾജീരിയ സ്ലൈഡിംഗ് വിൻഡോ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഔട്ടർ ഫ്രെയിമാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലൂടെയാണ് ആ ഡോറ് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ എനിക്കുള്ളൊരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെവിയാണ് ഈ മെറ്റീരിയൽ. നല്ല ഒരു ആംഗിളർ കട്ട് ചെയ്യുന്ന ഒരു ഫീലിംഗാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രാക്കിൻ്റെ മേലൂടെയാണ് ഈ ഡോറ് ഓടുക. അപ്പോൾ എന്താ പറയുക, നമ്മളിത് ജോയിൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കൊരു കോൺഫിഡൻ്റ് ആണ്. ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടും അതേപോലെ ജോയിൻ്റൊക്കെ ഇളകാതെ അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അൾജീരിയയുടെ ഔട്ടർ ഫ്രെയിം, അതായത് ഈ ഫ്രെയിം ജോയിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ക്ലീറ്റാങ്കിളാണ് കേട്ടോ. അലൂമിനിയം ക്ലീറ്റാങ്കിളാണ് നമ്മളിതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കറക്റ്റ് അതിൻ്റെ ഉള്ളളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ ക്ലീറ്റാങ്കിളാണ് അതിൻ്റെ 45 കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ക്ലീറ്റ് ആംഗിൾ വെച്ചിട്ട് അൾജീരിയ സ്ലൈഡിങ്ങിൻ്റെ ഔട്ടർ ഫ്രെയിം ഇതേപോലെ ചട്ടം കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീറ്റ് ആംഗിൾ വെച്ചിട്ട് അത് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കറക്റ്റ് നല്ല ഷാർപ്പായിട്ട് നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രെയിമിൻ്റെ വർക്ക് വരിക. ഇത് അൾജീരിയ സ്ലൈഡിങ്ങിൻ്റെ ചട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഗ്ലാസ് ഇടുക. ഈ മേൽവശം കാണുന്ന ഭാഗത്ത് ഗ്ലാസ് ഇടും. അടിവശം വരുന്നിടത്ത് ഒന്നല്ലെങ്കിൽ ബോട്ടാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ വീലിടും. വീല് കാണിച്ചു തരാം. നല്ല അടിപൊളി ഹെവി ആയിട്ടുള്ള വീലാണ് ഇതിന് വരുന്നത് കേട്ടോ. ഈ സാധനമാണ് കേട്ടോ ഇതിൻ്റെ. നല്ല എത്ര വെയിറ്റ് വേണമെങ്കിലും ഇത് താങ്ങും. അങ്ങനത്തെ ഒരു ഐറ്റം വീൽ ഇതിനായിട്ട് വരുന്നൊരു വീലാണ്. അപ്പോൾ ഒരു ഡോറിൽ 2 വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇത് കൊടുക്കുന്നത് ഇതിൻ്റെ ഉൾവശത്താണ് കേട്ടോ. ഈ ഉൾവശത്താണ് കൊടുക്കുക. മേൽവശം വരുന്നിടത്ത് നമ്മൾ ഗ്ലാസ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 6mm ഗ്ലാസ്സാണ്, പ്ലെയിൻ ഗ്ലാസ്സാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഡോർ ചട്ടം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് വേണം കട്ട് ചെയ്യാൻ. എവിടെയെങ്കിലും ചെറിയ ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ അത് വേറെ എടുത്ത് കാണിക്കും. അപ്പോൾ അത് ഷാർപ്പായിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഡോർ ചട്ടത്തിൻ്റെ ഉൾവശത്ത് നമ്മൾ ചെറിയൊരു കൊത ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇനി നമ്മൾ എവിടെയും ഒരു സ്ക്രൂ പോലും കൊടുക്കണില്ല. അതിന് പകരം ഒരു ക്ലീറ്റ് ആംഗിൾ വരുന്നുണ്ട്. അത് അതിൻ്റെ ഉൾവശത്ത് വെച്ച് എല്ലെങ്കിൽ വെച്ച് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ജോയിൻറ്റ് പക്കയാവും. അതേപോലെ ഇതാ ഈ സെക്ഷൻ്റെ ഉള്ളിലൂടെ വെതർ സ്ട്രിപ്പ് കയറ്റുന്നുണ്ട് കേട്ടോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാക്കിലൂടെ ഈ വിൻഡോ സ്ലൈഡ് ചെയ്ത് നീങ്ങുന്ന സമയത്ത് അലൂമിനിയം പരസ്പരം തട്ടി എവിടെയോ ഒരഞ്ഞിട്ട് ശബ്ദം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെതർ സ്ട്രിപ്പ് കൊടുക്കുന്നത് കേട്ടോ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയും ഈ അലൂമിനിയം തമ്മിൽ ഉരതുന്ന ശബ്ദം വരില്ല. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു സ്ട്രിപ്പാണിത്, വെതർ സ്ട്രിപ്പ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ക്ലീറ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കൊത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് കേട്ടോ കൊത വരുന്നത്. ഇത് നമ്മൾ എല്ലാ സെക്ഷനിലും കൊടുക്കും. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ബോട്ടം വശത്ത് ഇതേപോലെ വീല് കയറ്റുന്നുണ്ട്. ഈ വീലിനും ഒരു പ്രത്യേകത ഉണ്ട്. ഇത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കേണ്ട കാര്യമില്ല. ഇതിന് ഒരു എല്ലെങ്കിൽ വെച്ച് ടൈറ്റ്, ഉള്ളിൽ വശത്ത് ഒരു എല്ലെങ്കിൽ വെച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ സെക്ഷനിൽ പോയിട്ട് ജാമായി അവിടെ ലോക്കായി മാറും. അപ്പോൾ ഇങ്ങനെയാണ് അത് എല്ലെങ്കിൽ വെച്ച് ടൈറ്റ് ആക്കുന്നത്. അങ്ങനെ ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് അവിടെ നിന്ന് ഇളകിപ്പോരില്ല. അതിനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾവശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണ്ടോ, ഇതെങ്ങനെ വന്ന് ടൈറ്റായി അവിടെ നിൽക്കും. ഇത്രയും സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളും. അതാണ് അതിൻ്റെ സിസ്റ്റം. ഇനി നമുക്ക് ഇതിലെങ്ങനെയാണ് ഈ ക്ലീറ്റ് ആംഗിൾ വരുന്നത് നോക്കാം. ഇതിനായിട്ട് റെഡിമെയ്ഡ് ഒരു ക്ലീറ്റ് ആംഗിൾ വരുന്നുണ്ട്. അത് എല്ലെങ്കിൽ വെച്ച് ടൈറ്റ് ആവുന്ന സമയത്ത് പക്കയായിട്ട് കിട്ടുക. ഇപ്പോൾ കണ്ടോ വീലിൻ്റെ അടിവശം വരുന്നത് അവിടെ പക്കയായിട്ട് ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതേപോലൊരു ക്ലീറ്റ് ആംഗിൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ വെച്ച് ടൈറ്റ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ ക്ലീറ്റ് ആംഗിൾ. നല്ല സ്ട്രോങ് സാധനമാണ്. ഇതിൻ്റെ നടുവശത്താണ് ഇതിൻ്റെ എല്ലെങ്കിൽ വരുന്നത്. അപ്പോൾ ഈ എല്ലെങ്കിൽ വെച്ച് ഇതാണ്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്താണ്ട് കറക്റ്റ് ജോയിൻ്റ് ജാമായിട്ട് അവിടെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ നോക്കാം. അപ്പോൾ ഇതാണ് ആ സാധനം. അപ്പോൾ ജോയിൻ്റ് വരുന്നതിൻ്റെ വശത്തേക്ക് ഇനി അത് കയറ്റി വെച്ച് നമ്മളതിലേക്ക് ബോൾട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഒരു മൂലവശത്ത് ഒരു ക്ലീറ്റ് ആംഗിളും അതേപോലെ രണ്ട് വേറെ ഒരു ചെറിയ ആംഗിളും വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് സ്റ്റീലിൻ്റെ. ഈ കാണുന്ന സാധനമാണ്. ഈ കാണുന്ന ഇത്ര ചെറുതാ നോക്കിയിട്ട് കാര്യമില്ല, ഭയങ്കര സ്ട്രോങ് ആണ്. ഇതിൻ്റെ മൂലവശം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ജോയിൻ്റ് ഒരു കാരണവശാലും ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടത്. അപ്പോൾ അതിനായിട്ട് ആ സെക്ഷനിൽ തന്നെ ഒരു ഹോള് വരുന്നുണ്ട്, ഒരു ചാല് വരുന്നുണ്ട്. അതിൻ്റെ ഉൾവശത്തേക്ക് ഇത് കയറ്റി വിട്ടതിന് ശേഷം ഇപ്പോൾ നമ്മൾ മറ്റേ ജോയിൻ്റ് അതിലേക്ക് ലോക്ക് ചെയ്തെടുക്കും. വളരെ സിമ്പിളാണ് ഇതിൻ്റെ ജോയിൻറ്റ്. കണ്ടോ, നേരത്തെ നമ്മൾ കുറഞ്ഞതിൻ്റെ എന്താണ് കാരണം എന്ന് ഇപ്പം നമുക്ക് നോക്കിയാൽ കിട്ടും. ഇനി നമുക്ക് ആ എല്ലെങ്കിൽ വെച്ച് തണ്ട് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ആ ജോയിൻറ്റ് പിന്നെ ഒരു കാരണവശാലും പോരില്ല. അത്രയും സ്ട്രോങ് ആണ്. കണ്ടോ, അതെങ്ങനെ അത് ടൈറ്റ് ചെയ്തെടുക്കുക ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ജോയിൻ്റ് ആണ്ട് പക്കയായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നോളും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള ജോയിൻറ്റുകളൊക്കെ ഇതേ സിസ്റ്റത്തിലാണ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി പെട്ടെന്ന് തീരും കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ പക്കയായിരിക്കണം. അതേപോലെ അതിൻ്റെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ പക്കയായിരിക്കണം. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാണാനും വൃത്തികേടായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഡോറ് ചട്ടം കൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫ്രെയിമിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടോ എത്ര സ്മൂത്തായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിലോട്ട് വെയിറ്റിങ് വരുന്തോറും അതിന് സ്മൂത്ത്നെസ് കൂടും. ഇനി ഇതിലോട്ട് നമുക്ക് ഗ്ലാസ് വരാനാണ്. ഗ്ലാസ് ഇനി 6mm ഗ്ലാസ് നമ്മൾ ഇതിലുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് സ്മൂത്തായിട്ട് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ഇതിലോട്ട് ലോക്ക് വെക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള കൊതയാണ് നമ്മൾ കൊതഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് വരുന്ന ലോക്ക് ഞാൻ പരിചയപ്പെടുത്താം.
ഇതാണ് ഇതിലോട്ട് വരുന്ന ഒരു ലോക്ക് കേട്ടോ. അപ്പോൾ ഈ ലോക്കിൻ്റെ ഒരു പ്രത്യേകത ഇതിക്ക് ഇനി പ്രത്യേകിച്ച് സ്ക്രൂവും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മൾ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിലാണ് ഇതിൻ്റെ ഹോൾ അടിച്ചിട്ടുള്ളത്. അത് കറക്റ്റ് ടൈറ്റിൽ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലോക്കാവും. പിന്നെ അത് എടുക്കുന്ന സിസ്റ്റം അങ്ങനെ ഒരു തള്ളിയിട്ടാണ്. ഇതും ഒരു ആക്ഷൻ വരുന്നുണ്ട്, അതായത് ഒരു ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതായത് അതിൻ്റെ ബാക്ക് സൈഡ് ഒരു സ്പ്രിങ് വരുന്നുണ്ട്. അതുമ്മേയുള്ളൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കണ്ടോ ഒരു ചെറിയ ആക്ഷൻ. അതേപോലെ ടോപ്പിലൊരു ചെറിയ ലോക്ക് വരുന്നുണ്ട്, ഒരു ലിപ്പ് പോലൊരു സംഭവം കണ്ടോ. ഇത് നമ്മൾ ആ സെക്ഷൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പ്രസ് ചെയ്ത് ലോക്ക് ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് മെഷർമെൻറ്റ് പക്കയായിരിക്കണം. ആ ലോക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ അധികമാകാൻ പാടില്ല. ലൂസായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതങ്ങ് പ്രസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റില്ല. സ്ക്രൂ ഡ്രൈവറൊക്കെ തള്ളിയിട്ടൊക്കെ വേണം എടുക്കാനും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലോക്കിംഗ് സിസ്റ്റം കേട്ടോ. ഇതിൽ നമ്മൾ ഈ ലോക്കിൽ എവിടെ സ്ക്രൂ കൊടുക്കണില്ല. പിന്നെ അതിൻ്റെ കള്ളം കയറുന്ന ഭാഗത്ത് മാത്രമാണ് ഒരു സ്ക്രൂ വരുന്നത്. ബാക്കിയൊക്കെ ഈ ലോക്കിൽ നമുക്ക് എല്ലെങ്കിൽ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 ഡോറിലും ലോക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഈ ലോക്കിൻ്റെ ആ കള്ളം കയറുന്ന ഭാഗം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കട്ട്ലയിലാണ്. അപ്പോൾ അടുത്ത് നമുക്ക് കട്ട്ലയിലാണ് അത് ഫിറ്റ് ചെയ്യാനുള്ളത്. നമ്മളെ ഡോറിൻ്റെയൊക്കെ ജോയിൻറ്റ് കണ്ടില്ലേ, അതേപോലെ കട്ട്ലയുടെ ജോയിൻറ്റ് ഒക്കെ പക്കയായിട്ടുണ്ട്. അതാണ് നമ്മളെ ക്ലീറ്റ് ആംഗിളിൻ്റെ ഒരു ഗുണം. അതേപോലെ തന്നെ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഉൾവശത്ത് നിന്ന് വളരെ സിമ്പിളായിട്ട് ഏത് കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ലോക്കിംഗ് സിസ്റ്റമാണത്. ഇപ്പോൾ അതുണ്ടോ, ഇപ്പോൾ അത് ലോക്കാണ്. ഇത് ചെറിയൊരു പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതാവും. നീക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ കള്ളം കയറുന്ന ഒരു ഭാഗം ഇതാണ് കേട്ടോ. അപ്പോൾ അത് ഫിറ്റ് ചെയ്യണം എങ്ങനെയെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു പ്രസ്സിങ്ങിൽ അത് നേരെ ഈ കാണുന്ന സുന നേരെ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് കയറി ചെയ്യുക. ലോക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കയറി ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ മേലോട്ട് കയറി പോവും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് മെല്ലെ പ്രസ് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് ലോക്കായി. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് അതിൻ്റെ കള്ളം ഫിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെയൊക്കെ അതിന് അങ്ങനെയൊക്കെയുള്ള പറയട്ടെ, അതിൻ്റെ സൂന കള്ളം എന്നൊക്കെയാണ് പറയുക. പലയിടത്തും പല രീതിയിലായിട്ടാണ് പറയുന്നത്. നമ്മളെ നാട്ടിൽ എങ്ങനെ പറയണമെന്ന് വെച്ചാൽ ആ രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യണം എങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഫ്രെയിമിൽ ഇനി ഗ്ലാസും കൂടി ഇട്ട് കഴിഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ അൾജീരിയ സ്ലൈഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് ഫിറ്റിംഗ് കൂടി കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ട്ലേമുള്ള ഹോൾ അടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടതാ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പോയി തട്ടുന്ന ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് കറക്റ്റായിട്ട് ഈ ലോക്കിൽ തന്നെ അതിൻ്റെ ഒരു സാധനം വരുന്നുണ്ട്, ആ കുതഞ്ഞ് കയറ്റാനുള്ളത് ഇതാണത്. അപ്പോൾ ഇത് മേൽവശത്തും അടിവശത്തും സ്ക്രൂ ചെയ്യുക. സെൻറ്റർ നമ്മളത് കുതഞ്ഞെടുത്ത് അതിലോട്ട് കയറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യുക. കണ്ടോ, കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ അത് മാർക്ക് ചെയ്യുന്ന സമയത്ത് പെർഫെക്ഷൻ ആയിരിക്കണം. കാരണം ആ ലോക്ക് നമ്മൾ അടച്ച് വെച്ച് അതെവിടെയാണ് അതിൻ്റെ കള്ളം കയറുന്ന ഭാഗം നോക്കി വേണം ചെയ്യാൻ. ഇത് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് അത് വരുന്ന പൊസിഷൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലോക്കിംഗ് സിസ്റ്റം, വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് കണ്ടോ, ഇത് നമ്മൾ ഈ അല്ലെങ്കിൽ വെച്ചിട്ട് അതിൻ്റെ കള്ളം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ആ ബ്ലാക്ക് സാധനം കയറ്റിയിടുക, അത്രേ ഉള്ളൂ. അതിൻ്റെ എല്ലെങ്കിയുടെ ഹോള് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ബ്ലാക്ക് സാധനം നമ്മൾ ഇടുന്നത് കേട്ടോ. അതൊക്കെ ഈ ലോക്കിൻ്റെ ഒപ്പം വരുന്നതാണ്.
ഇനി നമുക്ക് ഇനി ഗ്ലാസിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോക്കിങ് പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സൈറ്റിൽ പോയിട്ട് ഫിറ്റ് ചെയ്യാൻ ഇനി വളരെ സിമ്പിളാട്ടോ. ഇനി ഈ ഫ്രെയിം കൊണ്ടുപോയിട്ട് തൂക്കിൽ വെച്ചതിന് ശേഷം ഈ ഡോറിൻ്റെ ഇട്ട് കൊടുത്താൽ മതി. ബാക്കി എല്ലാ വർക്കും ഇപ്പോൾ ഇവിടെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് എങ്ങനെ ഇടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഗ്ലാസ് ഇടുന്ന കാണിക്കാം. അപ്പോൾ അതിന് നമ്മൾ ഗ്ലാസ് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന റബ്ബറാണ് റബ്ബർ. അതായത് ഈ കാണുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു റബ്ബറാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രിപ്പിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഗ്ലാസ് ഇതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഗ്ലാസ് വിട്ടു പോരില്ല. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ 4 പുറമായിട്ട് നമ്മൾ ഈ റബ്ബർ കയറ്റി വിടും. അപ്പോൾ നമ്മുടെ റബ്ബർ ഇടുന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ടുള്ള ഒന്ന് ഗ്ലാസ് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലോട്ട് ഈ ഗ്ലാസ് ഈ റബ്ബർ ഇട്ടിട്ട് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാൽ ഇളക്കവും കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. ഭയങ്കര ടൈറ്റിലാണ് ഇത് കയറി പോവുക. പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്സിനുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ സ്ലൈഡിങ് ഒന്ന് വലിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് നമ്മൾ കട്ട്ലയിലൊക്കെ പോയി അടിക്കുന്ന സമയത്ത് അതിനൊരു ജർക്കിങ് കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോഴൊക്കെ നമ്മൾ ഈ റബ്ബർ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഗ്ലാസിൻ്റെ 4 വശത്തായിട്ടും നമ്മൾ റബ്ബറിട്ട് അതിനെ കറക്റ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രെയിമിൻ്റെ ഉള്ളിലോട്ടാണ് ഇടാനുള്ളത്. അപ്പോൾ ഈ റബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2-3 ഐറ്റം ക്വാളിറ്റി റബ്ബർ വരുന്നുണ്ട്. അതിൽ നമ്മൾ ചെയ്യുമ്പോൾ നല്ല PVC തന്നെ ഇട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ചെയ്ത് കഴിഞ്ഞാൽ വെയിൽ ഓവറായിട്ട് കൊള്ളുന്ന ഭാഗമൊക്കെ ആണെങ്കിൽ അത് ദ്രവിക്കും, അതായത് ബലം വെക്കാൻ തുടങ്ങും. ഇത് നമ്മുടെ അടുത്തുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റബ്ബർ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ റബ്ബർ ഇടുന്ന സമയത്ത് ക്വാളിറ്റിയുള്ള റബ്ബർ ഇടാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞാൽ, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് അത് ചെറുതായിട്ടൊന്ന് ലൂസാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്രെയിമിൻ്റെ ഉൾവശത്തോട്ട് ഈ റബ്ബർ ഇട്ട് വെച്ചിരിക്കുന്ന ഗ്ലാസ് ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ ഉൾവശത്തോട്ട് ഗ്ലാസ് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ആളുള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കണം, ഈ വർക്കും ചെയ്യണം. അപ്പോൾ ഈ ഗ്ലാസ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഉള്ളിലോട്ട് ഇടുന്ന രീതി എടുത്തിട്ടില്ല. കാരണം ഒന്നുമില്ല, ഗ്ലാസ് കിടത്തി വയ്ക്കുന്നു, ഫ്രെയിം ഒരു സൈഡ് അഴിക്കുന്നു, നമ്മൾ 2 സൈഡ് ഒരേപോലെ അത് കയറ്റി വിടണം, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഊരി വെച്ച ഒരു ഹൈറ്റ് ഫ്രെയിമും കൂടി അതിൽ വെച്ചിട്ട് പഴയ പോലെ നമ്മൾ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ തന്നെയാണ് ഗ്ലാസ് ഇടാനും. ശ്രദ്ധിക്കണം, ഗ്ലാസ് ആകുമ്പോൾ കൈ മുറിയാനും, അതേപോലെ എവിടെയെങ്കിലൊക്കെ ഒരു മൂല പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ടക്ക് പറഞ്ഞിട്ട് പൊട്ടിപ്പോരും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടഫൺ ഗ്ലാസ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ സാധാരണ നോർമൽ ഗ്ലാസ്സാണ് ചെയ്തിട്ടുള്ളത്. ടഫൺ വേണമെങ്കിൽ ടഫൺ ചെയ്യാം. അപ്പോൾ അത് അതിൻ്റേതായ റേറ്റും കാര്യങ്ങളൊക്കെ കൂടും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഗ്ലാസും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഇനി ഇതിന് ഒരു ചാനലും കൂടി കട്ട് ചെയ്യാണ്ട് അതിൻ്റെ ഒരു ലോക്കിങ്, ഇതിൻ്റെ മേൽവശത്ത് വരുന്ന ഹോളൊക്കെ അടയാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ചാനലാണ്. അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ചാനലാണ് കേട്ടോ. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിപ്പ് ടൈപ്പാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് 2 സൈഡും ഡോറ് ലോക്കായി കഴിഞ്ഞാൽ അതിൻ്റെ ഡോറിൻ്റെ സൈഡിൽ ഹോൾ വരുന്നുണ്ടല്ലോ, ആ ഹോള് അടയാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരിതാണ്. അതിൽ നമ്മൾ വെതർ സ്ട്രിപ്പ് കയറ്റുന്നുണ്ട്. കാരണം ഇതൊരു ക്ലിപ്പാണ്. അപ്പോൾ ക്ലിപ്പ് പരസ്പരം നമ്മൾ പോയി ഉരയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്താ പറയുക വെതർ സ്ട്രിപ്പ് കയറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് പലരും ഇനി ചോദിക്കാൻ പോകുന്നൊരു ചോദ്യമാണ്, ഇതിന് എത്ര രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വരിക എന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്നവർ പലരും ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഒന്നല്ലെങ്കിൽ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടുത്തെ ഒരു റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു 500 രൂപയാണ് നമ്മളിവിടെ ചെയ്യുന്നൊരു ചാർജ്. ഇനി ഇതിൽ റേറ്റ് കൂടും ചെയ്യും, 530 വരെയൊക്കെ ആൾക്കാർ ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടഫൺ ഗ്ലാസ് ആകുമ്പോൾ അലുമിനിയത്തിൻ്റെ ഇനിയും വെയിറ്റ് കൂടുന്നതനുസരിച്ച് റേറ്റ് കൂടും. അതായത് ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന റേറ്റിനെക്കാട്ടും കുറവായിട്ട് ചെയ്യുന്നവരുണ്ട്. കാരണം ഇതിൻ്റെ വെയിറ്റ് കുറയുന്നതനുസരിച്ചും നമുക്ക് കുറഞ്ഞ റേറ്റിന് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, സമയം 5 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 2 മണിക്കൂറത്തെ വർക്കേ വരുള്ളൂ. ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അലൈൻമെൻറ്റ് തൂക്കൊക്കെ പക്കയാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് കഴിയും. അപ്പോൾ ഈ ചുമരിലൊക്കെ കുറച്ച് സംഭവങ്ങൾ അവർ പാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം എടുത്ത് കളയണം എന്നവർ പറഞ്ഞാണ്. അവർ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ഒരു സൈഡ് എടുക്കുന്നുള്ളൂ.
കാരണം ആ സൈഡ് എടുത്തിട്ട് നമ്മൾ ഫ്രെയിം കയറ്റിയിട്ട് പിന്നെ ഒരു പെയിൻറ്റിങ് തുടങ്ങുന്ന സമയത്ത് മൊത്തം പൊളിച്ചെടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുവരെ അങ്ങനെ നിൽക്കട്ടെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രില്ല് നിർബന്ധമായിട്ട് അടിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഗ്ലാസ് പൊട്ടിച്ചാൽ ഇനി വല്ല കള്ളം കയറുകയാണെങ്കിലും വളരെ സിമ്പിളാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇവർ മെയിനായിട്ട് ഇത് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാറ്റ് സമയമൊക്കെ കഴിഞ്ഞാൽ പൊടി നന്നായിട്ട് ഉള്ളിലോട്ട് കയറുക എന്നൊക്കെ പറയുന്നത്. പിന്നെ അതേപോലെ ഈ കിളികളൊക്കെ വന്നിട്ട് കാക്ക അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ വന്ന് കയറുന്നുണ്ട് എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഹൈറ്റും വീതിയും വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിനിയിപ്പോൾ ഒക്കെ ഉണ്ടാക്കി വെച്ചതായതുകൊണ്ട് ഫ്രെയിം കയറ്റുക, അതേപോലെ അലൈൻമെൻറ്റ് കറക്റ്റാക്കി സ്ക്രൂ ചെയ്ത് ആ ഡോറയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. കാരണം ലോക്ക് അടക്കം നമ്മളത് ഷോപ്പിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കട്ട് ചെയ്തെടുക്കുകയാണ്. മെയിനായിട്ടുള്ള വർക്കുകളൊക്കെ നമ്മളെ കഴിഞ്ഞിട്ടാണല്ലോ വന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ വർക്കായിരുന്നു. ഇപ്പോൾ 7:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വരുന്ന സമയത്ത് സമയം കാൽക്കുലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല, വിഴുക എന്നല്ലാതെ. അത് നമ്മൾ പലവട്ടം തെളിയിച്ചാണ്. എന്തായാലും നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വർക്കുകൾ ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.